ഹായ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. പുള്ളിക്കാരുടെ പേര് കുശല എന്നാണ്. കുശല. നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ അമ്മച്ചി? ഒരുമിച്ച് ജോലി ചെയ്തത് അവരുടെ വീട്ടിൽ നമ്മളിന്ന് പോകുന്നത്. അതാണ് കോട്ടയം ഭാഗത്താണ് വീട്. അപ്പം നമ്മൾ എവിടുത്തെ അമ്മ ഉറക്കപ്പറ കേട്ടില്ല. നമ്മളിവിടെ സെവയില്ല, സെവനെ ഇന്ന് കൊണ്ടുവന്നില്ല. ഒരു എന്താ മറ്റൊരു മാനസികാരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ, ആ മാനസികാരോഗ്യ കേന്ദ്രം എല്ലാം കഴിഞ്ഞിങ്ങെത്തി. ഒരു വീട് വളവുണ്ട്. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഫ്രണ്ടിൽ കൂടെയുള്ള വഴി കൂടെ കേറി ഇങ്ങോട്ട് വന്നു. നീലവണ്ടി കണ്ടോ? കണ്ടു. ഹലോ, നമസ്കാരം. അയ്യോ, ടൗൺ ഏരിയ കിടന്നിട്ട് എന്താ ഇവര് ഇവിടെ ഇങ്ങനെ തെരഞ്ഞെടുത്തത്? ഞങ്ങള് ഏതൊക്കെയോ. ഹലോ, നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഞങ്ങള് വൈകുന്നേരം ബീച്ചിൽ വന്നു കേട്ടോ. ഇവിടെ ഒരു ബീച്ചുണ്ട്. ഇവിടെ അങ്കിളും ആ ചേച്ചി പിന്നെ ഇതൊക്കെ മേടിക്കുന്നു. എന്നാ കാച്ചാലേ? അത് വിത്തൗട്ടല്ലേ? അവിടെ കൊണ്ട് കൊടുക്കും. ശരിയല്ലല്ലേ നമ്മളെ ഒരു കിട്ടിയണോ? സെല്ലിന് എത്ര വിലയുണ്ട്? ഞങ്ങളുടെ വീട് ഞാൻ ഇനി നാട്ടിലേക്ക് ഇല്ലെന്ന് വയനാട് കെട്ടുള്ളൂ. ഒന്നാം തന്നെ പള്ളി 25 അല്ല, പ്രകൃതി സ്നേഹിയല്ലേ, അതുകൊണ്ടാണ് വയനാട്. കൽപ്പറ്റ ഒരു പറയാൻ പറ്റും. കൽപ്പറ്റ അടിപൊളിയാ. വൈത്തിരിയിലെ മണ്ണും വൈത്തിരിയിലെ അതിപ്പോഴല്ലേ റിസോർട്ടൊക്കെ വന്നത്. ഒരു 2-3 പണ്ടൊക്കെ അതില് വരുമ്പോ പേടി ഓർത്തില്ല. ലക്കടി കഴിഞ്ഞ പിന്നെ ലക്കടി കഴിഞ്ഞ പിന്നെ എവിടെ അവിടെ കുഴപ്പമില്ല.
ഇതിപ്പോ ഞങ്ങള് ചുമ്മാ ഇങ്ങനെ നടന്നു വന്നിട്ടൊരു സ്ഥലത്തിരിക്കുക എല്ലാരും ഉണ്ടല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല കാറ്റാട്ടം. ബീച്ച് കണ്ടിട്ട് കായൽ സൈഡ് പോലെ ഉണ്ട്. ഇവിടെ വേറെ എങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതൊക്കെ മൈക്കില്ല. രണ്ടാമത്തെ രീതിയിൽ ഈ ഫോണിന്റെ മൈക്കിലാ ഇപ്പൊ സംസാരിക്കുന്നത്. അല്ലോ നല്ല കാറ്റാ ശരിക്കും. വീട്ടിൽ മൊത്തം കാറ്റായിരിക്കും മിക്കവാറും. അങ്ങോട്ട് പോയി. എടുക്കുന്നുണ്ടോ? ആ എടുക്കുന്നുണ്ട്. ആ എടുത്തു. ബൈ സീ ലേറ്റർ. ചേച്ചിക്കുണ്ടൊരു ചാനൽ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ ചാനലിന്റെ പേര് KWRTHIEEEE. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. പ്ലീസ് എനിക്ക് ഫോളോ ചെയ്യണം. അതെ ഇപ്പൊ 9 മണിയാകുമ്പോൾ മതി. അപ്പം ഭയങ്കര ബോറായിട്ടായിരുന്നു. ഒന്ന് എഡിറ്റ് ചെയ്തിട്ടിരുന്നേ. മുടി എങ്ങനെ എഡിറ്റ് ചെയ്യും ഗൈസ്? കുറച്ച് ഫിൽറ്റർ ഒക്കെ ചേർത്തിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കിട്ടിയിട്ടേ. എന്നെ കുറച്ച് വെളുപ്പിച്ചിട്ടുണ്ടെന്ന്. അതെ, കുറച്ച് വെളുപ്പിക്കണം. നിങ്ങൾ ഈ കാണുന്നത് ഞാനല്ല. നിങ്ങൾ ഈ കാണുന്നത് ഞാനേ അല്ല. പണ്ട് മറ്റേ വടിയമ്പിള്ള പറഞ്ഞല്ലേ, ഈ നിൽക്കുന്ന ഞാനില്ലേ, ഇത് ഞാനല്ല, പിന്നെ ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ. ഫിൽറ്റർ. അതെ, എന്റെ വീഡിയോസ് ഒക്കെ എന്റെ ഇങ്ങനെ കാണാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ ഈ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നിങ്ങൾ നോക്കരുത്. കാരണം അത് വേറെ ആളായിരിക്കും. ഫിൽറ്റർ ഒക്കെ ഇട്ട് ഇവൻ എടുക്കുന്ന ആംഗിൾ ശരിയല്ല. അവിടെയാണെങ്കിൽ ഇവൻ അവിടെ എടുക്കുന്നത് ഇപ്പൊ തരുന്നായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് ടോർച്ചൂടെ കളിക്കും. അതെ, അപ്പൊ ഒന്നാമത് ലൈറ്റും കൂടെ ഇല്ലല്ലോ, ഇരുട്ടായി. ഇന്ന് ഞാൻ പറയില്ല, ഫിൽറ്ററുള്ളതാണ് യഥാർത്ഥം. നമ്മൾ എറണാകുളത്ത് വെച്ച് കാണുന്നതായിരിക്കും. അതെ, എറണാകുളത്തിന് ലുലു അവിടെ ഇവിടെ ഒക്കെ കറങ്ങാനൊക്കെ ആയിട്ട് വരും. യെസ്, ലുലു നമ്മൾ കറങ്ങാൻ വരുമ്പോൾ കാണുന്നതായിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്. ബൈ. എന്റെ മറ്റേ ഇതാ എന്റെ സിഗ്നേച്ചർ. ഇതാണല്ലേ ടാറ്റ പറയുമ്പോ പറയണത്. ബൈ.